പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നീതി ചെയ്യണമെന്ന് പലയിടങ്ങളിൽ നമ്മളോട് കൽപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നീതിക്ക് സാക്ഷികളായി നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ആളുകളായി നിലകൊള്ളണം. അള്ളാഹുവിൻ്റെ ആളുകളുടെ വിശേഷണമാണ് നീതിക്ക് അവർ സാക്ഷികളാവുക. ശുഹദാഅ ബിൽ ഖിസ്ത്, നീതി കൊണ്ട് അവർ സാക്ഷ്യം വഹിക്കണം. അവരുടെ ജീവിത വൃത്തികൾ, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നീതിപൂർണ്ണമായിരിക്കണം. അത് വിവാഹ ജീവിതത്തിലും മക്കളോടുള്ള ജീവിതത്തിലും കച്ചവട ജീവിതത്തിലും വ്യവസായത്തിലും ജോലിയിലും അവരുടെ ചിന്തയിലും അവരുടെ പ്രവൃത്തിയിലും നീതി ഉണ്ടാകണം. ഒരാൾക്കും നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവരുത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ തഅദിലു. ഒരു സമൂഹത്തോട്, ഒരു നാടിനോട്, ഒരു മനുഷ്യരോട്, ഒരു സമൂഹത്തോട്, ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. എത്ര മനോഹരമാണ് ഖുർആനിൽ പറയുന്നത്. ആരോടെങ്കിലുമുള്ള വിദ്വേഷം നിങ്ങളെ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. പിന്നെ നിങ്ങൾ നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആളുകളായി നിലകൊള്ളണം, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം. ഒരാളോടുമുള്ള വിദ്വേഷം, ഒരു പ്രസ്ഥാനത്തോടുള്ള വിദ്വേഷം അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. എഴുതിലൂ, അതുകൊണ്ട് നീതി ചെയ്യൂ, നീതി പ്രവർത്തിക്കൂ, എല്ലാവരെയും സമഭാവനയോടുകൂടെ ഉൾക്കൊള്ളൂ. എഴുതിലൂ ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. വിശ്വാസിയെ വിജയിപ്പിക്കാൻ, വിശ്വാസിയുടെ ജീവിതം വിജയിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് തഖ്വയാണ്. ഈ തഖ്വയോട് ചേർത്തിയാണ് റബ്ബ് തആല ഈ സൂക്തത്തിൽ നീതിയെക്കുറിച്ച് പറയുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് അല്ലാഹുവിന് ശരിക്കറിയാം. സൂറത്ത് മാഇദയുടെ 8-ാമത്തെ വാക്യം. എവിടെയൊക്കെ നമ്മൾ നീതി പാലിക്കേണ്ടതുണ്ട്? പരിശുദ്ധ ഇസ്ലാം അത് ധാരാളമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. നീതി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണമെന്ന് ഖുർആൻ പറയുന്നു. തിരു ഹദീസുകൾ നമ്മളെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഖളാഇന്റെ വിഷയത്തിലുള്ള നീതിയെക്കുറിച്ച് ഇസ്ലാം ധാരാളമായി സംസാരിക്കുന്നു. ഖളാഇന്റെ വിഷയത്തിലുള്ള നീതി, വിധി നടത്തുമ്പോഴുള്ള നീതി. ഒരു മനുഷ്യനോടുള്ള അടുപ്പം അവന് അനുകൂലമായി വിധിക്കാൻ ഒരിക്കലും നമ്മളെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരാളോടുള്ള വിദ്വേഷം സത്യവിരുദ്ധമായി അവരോട് വിധി നടത്താൻ നമ്മളെ പ്രേരിപ്പിക്കാനേ പാടില്ല. ഇസ്ലാമിലെ ഖാദിമാരുടെ നിയമത്തെക്കുറിച്ച് നമുക്കറിയാം. അത് പാലിച്ച മഹാന്മാരാകുന്ന ഖാദിമാരെ കുറിച്ചും പറയാം. ഖാദി ശുറൈഹിനെ പോലെയുള്ള മഹാന്മാർ. ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഭരണത്തിന്റെ കാലത്തൊക്കെ പ്രധാന ജഡ്ജി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിപൂർണ്ണമായ ചില വിധികളെ കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ സ്വന്തം മക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ജൂതന്റെ കൈവശമുള്ള ആ ഒരു പടയങ്കി തന്റേതാണെന്ന് വാദിക്കുന്നു ഖാദി ശുറൈഹിന്റെ കോടതിയിൽ. അത് പിടിച്ചു പറിച്ചെടു കൊണ്ടുപോകാൻ അധികാരമുള്ള ശക്തിയുള്ള മഹാനുഭാവൻ, അപ്പോഴേക്ക് വിസ്തൃതമായ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണകർത്താവ്, തന്റേതാണെന്ന് ബോധ്യമുള്ള സാധനം എടുത്തുകൊണ്ടായാൽ മതി. ജൂതനൊന്നും ചെയ്യാൻ പറ്റൂല, ജൂതനത് തടയാൻ ഒരിക്കലും സാധ്യമല്ല. എന്നിട്ട് പോലും നീതിപൂർണ്ണമാവണം വിധി എന്ന കാരണത്താൽ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ തന്റെ കീഴുദ്യോഗസ്ഥനാവുന്ന ഖാദി ശുറൈഹിന്റെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. ജൂതനും അത് സമ്മതിക്കുന്നു. ജൂതൻ അറിയാം ഖാദി ശുറൈഹിന്റെ വിധി നീതിപൂർണ്ണമായിരിക്കുമെന്ന്. അലി ബിൻ അബീ ത്വാലിബ് തങ്ങളോട് തെളിവ് ചോദിക്കുകയാണ് ഖാദി ശുറൈഹ്. മഹാനുഭാവൻ പറയുന്നു, എൻ്റെ മക്കളാകുന്ന ഹസനും ഹുസൈനും അറിയാം അതെൻ്റേതാണെന്ന്. ഖാദി ശുറൈഹ് പറഞ്ഞു, താങ്കളുടെ മക്കൾ താങ്കൾക്ക് സാക്ഷി നിന്നാൽ ശരിയാവില്ല, വേറെ സാക്ഷികളുണ്ടോ? എൻ്റെ സഹായിയാകുന്നയാൾ സാക്ഷി നിൽക്കും. ഖാദി ശുറൈഹ് പറഞ്ഞു, അദ്ദേഹം നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ സാക്ഷി നമുക്ക് സ്വീകാര്യമല്ല. അവസാനം തൻ്റേതാണെന്ന് കൃത്യമായി ബോധ്യമുള്ള പടയങ്കി ഖാദി ശുറൈഹ് റഹ്മഹുല്ല ജൂതന് വിധി നൽകുന്നു. അത് താങ്കളുടേതാണെന്ന് കൽപ്പിക്കുന്നു, വിധിക്കുന്നു. കാരണം കോടതിയിൽ തെളിവാണ് വേണ്ടത്. അലിയാരുടെ തങ്ങളുടെ കയ്യിൽ തെളിവില്ലായിരുന്നു. ഈ ഒരു വിധി കേട്ട മാത്രയിൽ ക്രൂരനാകുന്ന ജൂതന്റെ മനസ്സിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ദിവ്യപ്രകാശം പ്രവേശിക്കുന്നു. അദ്ദേഹം അങ്ങനെ ആലോചിച്ചു, ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ്, ഈ മഹാരാഷ്ട്രത്തിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ വിധി പറഞ്ഞിട്ട് അത് കേട്ട് അക്ഷോഭ്യനായി ഇറങ്ങിപ്പോവുകയാണ് അദ്ദേഹം. എൻ്റെ കയ്യിലുള്ള ഈ സാധനം അദ്ദേഹത്തിൻ്റെതാണെന്ന് എനിക്കും അറിയാം, അയാൾക്കും അറിയാം. ഒരു യുദ്ധമാത്രയിൽ, ഒരു യുദ്ധത്തിന്റെ വേളയിൽ ഞാൻ അത് കൈവശപ്പെടുത്തിയതാണ്, കട്ടെടുത്തതാണ്. അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം. എന്നിട്ട് പോലും വിധി മാനിച്ചുകൊണ്ട് അക്ഷോഭ്യനായി ഇറങ്ങിപ്പോവുകയാണ് ഇസ്ലാമിന്റെ ഖലീഫ. ഇത്രമേൽ വലിയ മഹത്വത്തിലേക്ക് ഇദ്ദേഹം ഉയരുന്ന ഈ ഒരു ആദർശം, അതാണ് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം മഹാനായ അലി ബിൻ അബീ ത്വാലിബിന്റെ അടുത്ത് പോയിട്ട്, ഇത് അങ്ങയുടേതാണ്, ഞാൻ ഇന്ന യുദ്ധത്തിൽ വെച്ചിട്ട് അത് കവർന്നെടുത്തതാണ്, മോഷ്ടിച്ചതാണ്, അത് താങ്കൾ എടുത്തോളൂ, താങ്കളുടെ വിശുദ്ധമാം മതം എനിക്കൊന്ന് പഠിപ്പിച്ചു തന്നാലും. അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ അദ്ദേഹത്തിന് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. ഈ പടയെങ്കിൽ താങ്കൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹലാലായി പൊരുത്തപ്പെട്ട അലിയാർ തങ്ങൾ അത് അദ്ദേഹത്തിന് നൽകുന്നു. നമ്മൾ കുറെ കോടതി വിധികൾ കേൾക്കുന്നുണ്ട്. 10-13 കാരണങ്ങൾ ഇങ്ങനെ പറയാം. ഇത് മുസ്ലിങ്ങളുടേതായിരുന്നു എന്നതിന്. മുസ്ലിങ്ങൾ വാദിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ വിഷയത്തിൽ ശരിയാണെന്ന് പറയാം. അവസാനം ഭൂരിപക്ഷത്തെ മാനിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അത് അവർക്ക് നൽകാമെന്ന് വിധി വരിക.
എത്ര വിധികളാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. ലോക പോലീസിന്റെ വിധികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ഫലസ്തീൻ രൂപീകരിക്കാൻ വേണ്ടി ആ പരിസരം മൊത്തം ഇറാനും ഇറാഖും ജോർദാനും തൊട്ടപ്പുറത്തേക്ക് നീങ്ങിയിട്ട് സൗദിയും മറ്റ് അറേബ്യൻ GCC രാജ്യങ്ങളും എല്ലാം ചേർന്ന വിശാലമായ ഫലസ്തീൻ സ്വപ്നം കണ്ട് ഓരോ നാടിനെ തകർക്കാൻ വേണ്ടി ക്രൂരരാകുന്ന പാശ്ചാത്യൻ ഭരണാധികാരികൾ പിന്തുണ നൽകുക, പ്രോത്സാഹനം നൽകുക. അമേരിക്ക പറയാതെ സമ്മതിക്കാതെ ഇസ്രായേലിൽ നിന്നൊരു മിസൈൽ പൊന്തില്ലെന്ന് നമുക്കറിയാം. എന്നിട്ട് നീതി കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലില്ലട്ടോ എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുക ഈ ട്രംപ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ. നേരത്തെ ഞാൻ ക്യാപിറ്റലിസത്തിന്റെ കച്ചവട തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക, അത് വിൽപ്പന നടത്തുക. ഇറാൻ ഗാർഡുകൾ തള്ളിയിട്ട 3 അമേരിക്ക നൽകിയ വിമാനമുണ്ട്. അതിന്റെ പോരിശ് എത്രയെന്നറിയോ? ഒരു ദിവസം പറയേണ്ടി വരും. പക്ഷേ സിമ്പിളായിട്ട് അവർ വീഴ്ത്തിക്കളഞ്ഞു. വായിച്ചതനുസരിച്ച് $3000 കോടി അത്ര ഒരെണ്ണത്തിന് ചെലവ്. നമ്മുടെ ഇന്ത്യയും അങ്ങനത്തെ കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരതിൽ നിന്ന് പിന്മാറി. ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് പിന്മാറി. പിന്നെ സുഖൈ എന്ന് പറയുന്ന റഷ്യൻ വിമാനത്തിന് അതും മേടിക്കാൻ വേണ്ടി കരാർ കൊടുത്തു. എന്തുകൊണ്ടാണ്? അമേരിക്ക വിമാനം നൽകിയാൽ, ആയുധം നൽകിയാൽ അത് അവരുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും. അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ അത് നടത്തുന്നത് അവർ തന്നെ ആയിരിക്കും. നേരെ മറിച്ച് സോഫ്റ്റ്വെയറോടുകൂടെ ഇത് സംവിധാനിക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയോടും കൂടെയാണ് റഷ്യ വിതരണം ചെയ്യുന്നത്. അങ്ങനെയാണ് അതേക്കുറിച്ച് വായിക്കാൻ കഴിഞ്ഞത്. അപ്പോ കച്ചവടം നടത്തുക, ഏത് നാട്ടുകാർക്കും ഈ സാധനം നൽകിക്കൊണ്ടിരിക്കുക, അവരുടെ ഇടയിൽ അടിപിടി ഉണ്ടാക്കുക, എന്നിട്ട് ഇത് മൊത്തം ചെലവായിക്കൊണ്ടേയിരിക്കണം, അതനുസരിച്ച് നൽകിക്കൊണ്ടേയിരിക്കുക. കാരണം പണമാണ് പ്രധാനം ക്യാപിറ്റലിസത്തിന്. ആളുകൾ കൊല്ലപ്പെടുന്നത് വിഷയമേ അല്ല, നിരവധിയായ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് അവരുടെ മുന്നിൽ ഒരു വിഷയമേ അല്ല, കൊന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വിധി നടത്തുന്നിടത്ത് എത്രമേൽ സൂക്ഷ്മത വേണമെന്നും എത്രമേൽ നീതി കാണിക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ഈ ഒരു മതത്തിൽ നീതി ഇലാഹിന്റെ കൽപ്പനയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ഇലാഹ് പറഞ്ഞനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ വിധി നടത്തുന്ന കൂട്ടത്തിലുള്ള നീതിയെക്കുറിച്ച് നിരവധിയായി നമുക്കൊക്കെ പറയാൻ പറ്റും. ഖാദി ശുറൈഹിന്റെ കഥ മാത്രമല്ല, ഇതുവരെയുള്ള ഇസ്ലാമിന്റെ യഥാർത്ഥ ഭരണകൂടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിധികർത്താക്കളെ കുറിച്ച്. പിന്നെ നമ്മൾ പരസ്പരമുള്ള മുആമലാത്ത്, പരസ്പരമുള്ള ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദ സഹകരണ ജീവിതം, അവിടെ നീതിയായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. ഒരാളെയും വഞ്ചന നടത്താൻ പാടില്ല, ഒരാളുടെയും സ്വത്ത് നമ്മൾ അപഹരിക്കാൻ പാടില്ല, ഒരാളെയും നമ്മുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തി നമ്മൾ ആക്രമിക്കാനോ തോൽപ്പിക്കാനോ പാടില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീതി കാണിക്കേണ്ടതാണ്. മക്കൾക്കിടയിൽ വിവേചനം ഒരു വാക്കുകൊണ്ട് പോലും ഉണ്ടാവാൻ പാടില്ല. ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ വിവേചനം തീരെ പാടില്ല. നീതി പാലിച്ചു കൊണ്ടേയിരിക്കണം. നീതി കാണിക്കാൻ, നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരൊറ്റ ഭാര്യയെ പാടുള്ളൂ എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ആത്മാവിനോട് നീതി കാണിക്കേണ്ടതുണ്ട്. അതിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. അതിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. മയക്കുമരുന്ന്, മദ്യപാനം പോലെയുള്ള ഒരു സംഗതിയും പാടില്ല. കാരണം നമ്മുടെ ശരീരത്തോട് നമുക്ക് നീതി കാണിക്കേണ്ടതുണ്ട്. മാരകമായ സിന്തറ്റിക് രാസവസ്തുക്കൾ ഉള്ളിലേക്ക് ചെന്നാൽ ജീവിതം എത്രമേൽ ദുസ്സഹമാകുമെന്നതിന് ഔദ്യോഗികമായ സയന്റിഫിക് പഠനങ്ങളുണ്ട്. MDMA ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് 4 വർഷം മുതൽ 7 വർഷമാണ് പിന്നീട് ജീവിക്കാൻ കഴിയുക. അടിച്ചു പോകും അതിൻ്റെ മുന്നേ. പരമാവധി വന്നാൽ 7 വർഷം, 4 വർഷം കഴിയുന്നതോടുകൂടെ മരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാകും, ഭ്രാന്തായിട്ടുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി സഞ്ചരിക്കുന്നുണ്ടാകും. നമ്മുടെ ബുദ്ധി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നമ്മൾ പോകേണ്ടി വരും. പല പ്രലോഭനങ്ങളെയും മാറ്റി നിർത്തേണ്ടി വരും. മദ്യത്തിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിൽ സൗജന്യമായി തുറന്നു വെച്ചാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാതെ വരും. നമ്മുടെ ശരീരത്തോട് നമുക്ക് നീതി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അധ്വാനം നടത്തണം നമ്മുടെ കുടുംബത്തോട് നീതി കാണിക്കാൻ. നമ്മളിങ്ങനെ അലസരായി ജീവിക്കുന്നു, മക്കൾ പട്ടിണി കിടക്കുന്നു, ഒരിക്കലും സാധ്യമല്ല. നമ്മൾ മരിച്ചു പോകുമ്പോഴേക്ക് മക്കൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന കഥ മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ ചെന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സ്വത്ത് മൊത്തം ഞാൻ ഇസ്ലാമിന് വേണ്ടി നൽകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാടില്ല. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാൻ അതിൻ്റെ പകുതി ഭാഗം നൽകുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാനത് സ്വീകരിക്കൂല, പാടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു പിന്നെയും നിർബന്ധിപ്പിച്ചു, എങ്കിൽ ഞാൻ 1/3 നൽകാൻ പോവാണ്. ഇതിൻ്റെ അപ്പുറം സയ്യിദ് തങ്ങൾ സഹിക്കൂല എന്ന് വിചാരിച്ചാകണം അള്ളാഹുവിൻ്റെ റസൂൽ 1/3 സ്വീകരിച്ചു ദീനിന് വേണ്ടി. അത് സ്വീകരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ വാക്കുണ്ട്, അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്. അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്.
എന്തുകൊണ്ട്? അവിടുന്ന് വിശദീകരിച്ചു, അങ്ങയുടെ കുടുംബത്തെ അനന്തരാവകാശികളെ, ഭാര്യയെ, മക്കളെ അങ്ങ് ഉപേക്ഷിച്ചു പോവൽ, ജനങ്ങൾക്ക് മുമ്പിൽ ഒച്ചാനിച്ചു നിന്ന് കൈകാട്ടി നടന്ന് ജീവിക്കുന്ന ദരിദ്രരായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു പോകുന്നത് വളരെ മോശമാകുന്നു. സമ്പന്നരായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്ക് നേടിക്കൊടുത്താണ് താങ്കൾ മരണപ്പെടേണ്ടത്. അതാണ് ഏറ്റവും നല്ലതെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മപ്പെടുത്തുന്നു. കുടുംബത്തിൽ നീതി കാണിക്കണം. പരിശുദ്ധമായ ഹദീസ് ശരീഫിലേക്ക് ഞാൻ കടക്കുന്നില്ല. മനുഷ്യർക്കിടയിൽ നീതി കാണിക്കാൻ നിരന്തരമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. താഴ്ന്നവർ, വലിയവർ, ഉന്നതർ, ഉന്നത കുലജാതർ, കറുത്തവർ, വെളുത്തവർ, ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലെന്നും എല്ലാവരും ആദമിൽ നിന്നാണെന്നും ആദം അലൈഹിസ്സലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി തവണ പല ഘട്ടങ്ങളിൽ ആവശ്യാനുസരണം ആ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നിങ്ങൾ നീതികളുടെ ആളുകളാവുക. ഇതാണ് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് നൽകുന്ന സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇത് ലോകരാജ്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകും. ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത്? ഇന്ന ആയുധമേ നിങ്ങൾ നിർമ്മിക്കാവുന്ന മറ്റൊരു നാട്ടിനോട് പറയാൻ. അവർ നിർമ്മിച്ചു വെക്കുകയും എന്നിട്ട് നിങ്ങളത് പാടില്ല, ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇത്തിരി വികൃതി പിള്ളേരാണ്, അതുകൊണ്ട് നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ലെന്നും മറ്റു രാജ്യങ്ങളോട് തിട്ടൂരം നടത്താൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത്? UN എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയുണ്ട്. UN എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയുണ്ട്. ലോകത്ത് സമാധാനം ഉണ്ടാക്കാനും നീതിപൂർവ്വം പ്രവർത്തിക്കാനുമാണ് അത്ര ആ സംഘടന. വെറും കടലാസ് പുലികൾ. കടലാസിലെ 8 പശു പുല്ല് തിന്നൂല. കടലാസിലെ പുലി ഒരിക്കലും ആരെയും ആക്രമിക്കൂല. അവർ ചെയ്യുന്ന അനുകൂലമെന്ന് തോന്നുന്ന, സമാധാനത്തിന് പാകപ്പെടുന്നത് എന്ന് തോന്നുന്ന ഏതൊക്കെ തീരുമാനങ്ങളുണ്ടോ അതിനെയൊക്കെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വീറ്റോ ചെയ്തുകൊണ്ടിരിക്കും. അവർ നടത്തുന്ന ക്രൂരമായ പീഡനങ്ങളെ, പ്രശ്നങ്ങളെ ഇടക്കിടക്കൊക്കെ അങ്ങനെ അത് പാടില്ല എന്ന് പറയും. നടപ്പിലാക്കാൻ യാതൊരുവിധ അധികാരവുമില്ലാത്ത കടലാസ് സംഘടന. അതാ ഞാൻ പറഞ്ഞ 8 പശു പുല്ലൊന്നുമില്ല. എത്ര വർഷമായി? 2 വർഷത്തോളമായി ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. എത്ര ലക്ഷം ആളുകളാണ് മരിച്ചുപോയത്? കണക്കുള്ളവർ തന്നെ ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് വരും. അതിനേക്കാൾ ഇരട്ടി വരും കണക്കില്ലാത്ത മരണങ്ങൾ. പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ അബദ്ധങ്ങൾ കൂടിക്കിടക്കുന്നത് കാണുമ്പോൾ മനുഷ്യത്വമുള്ള ആരുടെ ഹൃദയമാണ് നോവാതിരിക്കുന്നത്? അതിനെ അനുകൂലിച്ചു പോലും സഹിച്ചോളൂ ഭീകര കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് കമന്റ് എഴുതുന്ന കാസക്കാർക്ക് അതൊക്കെ പറ്റുമായിരിക്കും. സ്നേഹത്തിന്റെ മതമാണെന്ന് പറഞ്ഞു നടക്കുക, ദൈവം സ്നേഹമാണെന്ന് എല്ലാ മതിലുകളും എഴുതി വെക്കുക. എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പിഞ്ചുമങ്ങളുടെ മക്കളുടെ 100 കണക്കിന് ശരീരങ്ങൾ കൂട്ടിവെക്കുമ്പോൾ അതിനിടയിൽ സന്തോഷത്തിന്റെ കമന്റുകൾ കൊണ്ട് അവർ മെഴുകിക്കൊണ്ടിരിക്കുക. ദൈവസ്നേഹാണെന്ന് മതിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇത് അവർക്ക് പറ്റുമായിരിക്കും. ലോകത്ത് മനുഷ്യത്വമുള്ള ആർക്കാണ് സാധിക്കുക? ഇത് UN കാണുന്നില്ലേ? അത് പാടില്ലെന്ന് പറയും. അത് പറയാനുള്ളതാണ്. അതിനെതിരെ പ്രവർത്തിക്കാൻ തൻ്റെ ഇടം, ധൈര്യം ഒക്കെ പണ്ടേ ലഭ്യമായ ഇസ്രായേലിനെ പോലെയുള്ള ക്രൂര സയനിസ്റ്റ് രാഷ്ട്രങ്ങൾ അതിനൊക്കെ പുല്ല് വില നൽകിക്കൊണ്ട് അവരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് അനീതിയുടെ ലോകക്രമമാണ്. ഞാൻ സൂചിപ്പിച്ചു, കുടുംബത്തിൽ മുതൽ വ്യക്തി ജീവിതത്തിൽ മുതൽ സ്വന്തം ശരീരത്തോട് വരെ നീതി കാണിക്കലാണ് മനുഷ്യന്റെ ധർമ്മം. അതാണ് ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും വിരുദ്ധമായ രീതിയിൽ അനീതിയിൽ പടക്കപ്പെടുന്ന പുതുലോകം സൃഷ്ടിക്കപ്പെടുന്നു. പ്രാർത്ഥന കൊണ്ട് നമ്മൾ നേരിടുക, പ്രാർത്ഥന കൊണ്ട് നേരിടുക. പടച്ച റബ്ബിന്റെ മുന്നിൽ ഈ ഉമ്മത്തിന്റെ എല്ലാ വിഷമങ്ങളും നമ്മൾ സംയുക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ നമ്മളെ പരിഗണിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിക്കുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഈ ഉമ്മത്തിന്റെ പല ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങളുടെ വിവിധ വകുപ്പുകളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാലും ആത്യന്തികമായ വിജയം, പരലോകത്തുള്ള നിത്യമായ സമാധാനം, സന്തോഷം, അനുഭൂതികൾ, എല്ലാ അർത്ഥത്തിലുമുള്ള സുഖ സൗകര്യങ്ങളുടെ പറുദീസയാകുന്ന സ്വർഗത്തിലെ നിത്യവാസം, ഇത് വിശ്വാസികൾക്കുള്ളതാണ്, വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. ഈയതയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് പറ്റും വിധത്തിലേക്ക് വിശാലമായൊരു മാനസികാവസ്ഥയിലേക്ക് ലോകത്തിന് നമുക്ക് മാറാനാകണം. പരിശുദ്ധ ഖുർആനിലെ നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കരുത്, ഒരാളോടുമുള്ള വിദ്വേഷം നിങ്ങൾ അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത് എന്ന വാക്യം എപ്പോഴും ഓർക്കണമെന്ന് സ്വന്തം ശരീരത്തോടും എൻ്റെ ശ്രോതാക്കളോടും ലോകത്തോടും മൊത്തം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട യുദ്ധത്തിൻ്റെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് സമാധാനം നിലനിൽക്കുമാറാവട്ടെ. പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ യുദ്ധം, ഭീകരമായ പ്രശ്നങ്ങൾ, ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഈ ആയുധക്കളികൾ ഏറ്റവും പെട്ടെന്ന് നിന്നുപോകാൻ പടച്ച റബ്ബ് ലോകത്തിന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും സദ്ബുദ്ധി നൽകുമാറാവട്ടെ. സമാധാനത്തോടുകൂടെ ജീവിക്കാൻ, സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ, അവരവരുടേതായ ജോലി ചെയ്യാൻ, പഠനം നടത്താൻ, കുടുംബത്തോടൊപ്പം സമാധാനത്തോടുകൂടെ കഴിയാൻ പടച്ച റബ്ബ് ലോക മുസ്ലിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.